അദ്ദേഹം പറയുന്നത് ഈ വിഗ്രഹാരാധനയെ അദ്ദേഹത്തിന് എതിർക്കാം, അതൊരു പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള വിശ്വാസം കൊണ്ടോ യുക്തിവാദ ചിന്ത കൊണ്ടോ ഒക്കെ തന്നെ വിഗ്രഹാരാധനയെ എതിർക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ശ്രീ ഒ അബ്ദുള്ള എന്ത് ചിന്തിക്കുന്നു ആ രീതിയിൽ തന്നെ ഹിന്ദുക്കളോ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നവരോ ചിന്തിക്കണം എന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ആരാധനാ പദ്ധതികളുണ്ട്. അതാണ് ഭരണഘടനയിൽ പറയുന്ന 25, 26 ആർട്ടിക്കിളുകൾ. അതിനനുസരിച്ച് സ്വന്തം മതത്തിന്റെ വിശ്വാസങ്ങളുടെ നിഷ്ഠയനുസരിച്ച് ആചാരങ്ങളും വിശ്വാസ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ്. അപ്പോൾ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേൾക്കേണ്ടതില്ല. പിന്നെ താങ്കൾ പറഞ്ഞത് ശരിയാണ്, മിക്ക വിഗ്രഹങ്ങളും ഈ പറഞ്ഞതുപോലെ ചില വിഗ്രഹങ്ങൾ സ്വയംഭൂവാണ് കേട്ടോ. അത് ചില കല്ലുകൾ ചില ഷേപ്പുകളിൽ തന്നെ ഉള്ളതാണ്. ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടതിന് പ്രത്യേകതകളുണ്ട്, അതൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കുറെ അധികം ഞാൻ സംസാരിക്കട്ടെ, എന്റെ സമയം ഞാൻ മുമ്പേ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നതാണ്. അങ്ങ് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ മിണ്ടാതിരുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കും. അല്ല, അങ്ങനെ ചെയ്യരുത്. വൺ വേ റൂൾ ഒന്നുമില്ല. അല്ലല്ലേ, ഇവിടെ വൺ വേ റൂൾ ഇല്ല. പ്ലീസ് റിയോ അബ്ദുള്ള, അങ്ങ് പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കണം. ശ്രീ അനിൽ, ഇത് മര്യാദയല്ല. പ്ലീസ് ഓ അബ്ദുള്ള, അല്ല, ദൈവത്തെ ഓർത്ത് അദ്ദേഹത്തിനെ ഒന്ന് ഫീഡ് ഒന്ന് കുറച്ചു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. ഇത് അദ്ദേഹത്തിന്റെ പതിവാണ്, അദ്ദേഹത്തിന്റെ രീതിയാണ്. നോക്കൂ, ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ശരിയാണ്, ചില വിഗ്രഹങ്ങൾ, ഇപ്പൊ അയോധ്യയിലെ രാംലല്ല വിരാജ്മാൻ വിഗ്രഹം അരുൺ യോഗിരാജ് എന്ന് പറയുന്ന ഒരു ശില്പി ഉണ്ടാക്കിയതാണ്. അപ്പൊ അത്തരം ശിലകളിൽ നിന്ന് ആൾക്കാർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എല്ലാം മനുഷ്യനിർമ്മിതമാണെന്നൊക്കെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, കുറെയൊക്കെ മനുഷ്യനിർമ്മിതമാണെന്ന് നമ്മൾ പറയാം. ഈ പള്ളി എങ്ങനെയാ സാറേ? ഈ പള്ളി ദൈവം നേരിട്ട് വന്ന് പണിതതാണോ? അത് മനുഷ്യരുണ്ടാക്കിയതല്ലേ? ആ പള്ളിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പൊ വിട്ടുതരത്തില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ പള്ളി ദൈവം ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഞങ്ങൾ വിട്ടുതരില്ല എന്നുണ്ടോ? അത് മനുഷ്യരുണ്ടാക്കിയതല്ലേ? അപ്പൊ ഈ വിഗ്രഹത്തിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ പള്ളിക്കുള്ളത്? എന്റെ ശ്രീ അനിൽ, ഞാൻ ഈ ചർച്ചയിൽ ഇനി സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫീഡ് ഞാൻ സംസാരിക്കും. ഇദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടി. ഇനി രണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു അനാലജി ഉപയോഗിച്ചിരുന്നു, ഈ തട്ടിയെടുക്കുന്ന മുതൽ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറഞ്ഞു ആ അനാലജി ഈ ഒരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ പള്ളിയുടെ ആരാധനാ സമ്പ്രദായവുമായി ഒത്തുപോകുന്നതല്ല. കാരണം 600 വർഷമായിട്ട് അവിടെ പ്രാർത്ഥന നടക്കുന്നതാണ് മുസ്ലിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള ഒരു ഉദാഹരണമല്ല എന്ന്. ഞാൻ അതേ ഉദാഹരണം തന്നെ താങ്കളോട് വീണ്ടും ആവർത്തിക്കാം. എന്റേതെന്ന് ഞാൻ പറയുന്നില്ല, ശ്രീ ഒ അബ്ദുള്ളയുടെ പേഴ്സ്, അദ്ദേഹത്തിന്റെ വാലറ്റ് ഞാൻ അടിച്ചു മാറ്റുന്നു. അതിൽ താങ്കളുടെ ആധാർ കാർഡ് ഉണ്ട്, താങ്കളുടെ വോട്ടർ ID കാർഡ് ഉണ്ട്, താങ്കളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. 30 വർഷം എന്റെ കയ്യിലിരിക്കുകയാണ്. മനുഷ്യായുസ് വെച്ച് നോക്കുമ്പോൾ 600 വർഷം പറയാൻ പറ്റത്തില്ലല്ലോ. 30 വർഷം അത് എന്റെ കയ്യിലിരിക്കുകയാണ്. ഈ 30 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആകുമോ? എന്റെ ആധാർ കാർഡ് ആകുമോ? എന്റെ വോട്ടേഴ്സ് ID ആകുമോ? ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വസ്തു ഈ ഉദാഹരണത്തിൽ പറഞ്ഞാൽ മോഷണ മുതൽ എത്ര കാലം കഴിഞ്ഞാലും മോഷണ മുതലാണ്. അപ്പൊ അതിന് ഇത്ര കാലം കഴിയുന്നുണ്ടെങ്കിൽ അത് ലെജിറ്റിമേറ്റ് ആകും എന്നൊന്നുമില്ല. ഇനി താങ്കൾക്ക് ഈ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളുടെ ജാതി വ്യവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ, ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെ താങ്കൾ പറയുമ്പോൾ അന്നേരമാണ് മതം തപ്പാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ റീക്ലെയിം ചെയ്യാൻ പോകുന്നത് എന്ന് താങ്കൾ പറഞ്ഞാൽ ഇത് ഇന്ത്യയിലുള്ള പ്രതിഭാസമല്ല സാർ. ഇത് ലോകത്തെമ്പാടുമുള്ള പ്രതിഭാസമാണ്. അത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്നതാണ്. ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ, ഒരു പ്രദേശത്തെ യഥാർത്ഥ തദ്ദേശവാസികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് 2007 ഒരു UN റെസൊല്യൂഷൻ ഉണ്ട്. ആ റെസൊല്യൂഷനിൽ ഇന്ത്യയും സൈൻ ചെയ്തതാണ് കേട്ടോ. അതിനെ ഇന്ത്യ അംഗീകരിച്ചതാണ്. അതിൽ പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം. ഇൻഡിജിനസ് പീപ്പിൾസ്, അതായത് ഒരു പ്രദേശത്തെ യഥാർത്ഥ തദ്ദേശവാസികൾ, ഹാവ് ദ റൈറ്റ് ടു റിഡ്രസ്, ആൾക്കാർക്ക് തർക്കപരിഹാരത്തിനുള്ള അവകാശമുണ്ട്, ബൈ മീൻസ് ദാറ്റ് ക്യാൻ ഇൻക്ലൂഡ് റെസ്റ്റിറ്റ്യൂഷൻ, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിനെ റെസ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു കാര്യത്തിന് പരിഹാരം കിട്ടുമെങ്കിൽ അത് ചെയ്യാം. ഓർ വെൻ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ, ജസ്റ്റ് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ കോമ്പൻസേഷൻ, റെസ്റ്റോർ ചെയ്യാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളും ഇല്ല എങ്കിൽ അതിന് അർഹിക്കുന്ന രീതിയിലുള്ള കോമ്പൻസേഷൻ കിട്ടാനുള്ള അവകാശമുണ്ട്. എന്തിനാണെന്നറിയോ? ഫോർ ദ ലാൻഡ്സ്, വസ്തുക്കളിൽ, ടെറിട്ടറീസ്, പ്രവിശ്യകളിൽ, ആൻഡ് റിസോഴ്സസ്, വിഭവങ്ങളിൽ, വിച്ച് ദേ ഹാവ് ട്രഡീഷണലി ഓൺഡ്, പണ്ട് അവരുടെ പൊസഷനിൽ ഉണ്ടായിരുന്നതാണ്, ഓർ അതർവൈസ് ഒക്യുപ്പൈഡ്, അവരവിടെ താമസിച്ചിരുന്നതാണ്, ഓർ യൂസ്ഡ്, അവർ ഉപയോഗിച്ചിരുന്നതാണ്, ആൻഡ് വിച്ച് ഹാവ് ബീൻ കോൺഫിസ്കേറ്റഡ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ തട്ടിയെടുത്തതാണ്, ടേക്കൺ, അവരെ മറ്റൊരാൾ സ്വായത്തമാക്കിയതാണ്, എടുത്തുകൊണ്ട് പോയതാണ്, ഒക്യുപ്പൈഡ്, അതിൽ ഒക്യുപ്പൈ ചെയ്തതാണ്, അവർ താമസിക്കാൻ എടുത്തതാണ്, യൂസ്ഡ്, മറ്റൊരാൾ അനാവശ്യമായിട്ട് ഉപയോഗിച്ചതാണ്, ഓർ ഡാമേജ്ഡ്, നശിപ്പിച്ചതാണ്, വിത്തൗട്ട് ദെയർ ഫ്രീ പ്രയർ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ്, ഈ തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാരുടെ സ്വതന്ത്രവും മുൻകൂറായതും
അവരുടെ ബോധ്യത്തിലുള്ളതുമായിട്ടുള്ള അനുമതി നേടാതെ ഈ രീതിയിൽ തട്ടിയെടുത്തിരിക്കുന്ന ഏതൊരു കാര്യത്തിനെയും റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ റീക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്കുണ്ട് എന്ന് ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങൾ മെമ്പർ കൺട്രീസിനോട് പറഞ്ഞിരിക്കുന്ന ഈ ഡിക്ലറേഷനിൽ ഇന്ത്യ അതിനെ അംഗീകരിച്ച് വോട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇത് കേവലം ഇന്ത്യയിലെ മാത്രമല്ല, ഈ പറയുന്ന സോക്കോൾഡ് ജാതി വ്യവസ്ഥ ഇല്ലാത്ത എല്ലാ രാജ്യങ്ങളിലെയും മെമ്പർമാർക്ക് കൂടി ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് അങ്ങനെയൊന്ന് ഓർമ്മിപ്പിക്കുന്നു.